എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ നട്ട് വളർത്തി ഉണ്ടാക്കാവുന്ന നല്ലൊരു ചെടിയാണിത്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ലൊരു വയലറ്റ് കളർ വരുന്ന ഫ്ലവേഴ്സാണ്. ഇത് ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഉണ്ടാവും. നല്ല കൊല കുത്തി ഉണ്ടാവുന്ന തരം പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു ചെടി. സ്മെല്ല് മാത്രമാണ് നമ്മൾ സാധാരണ മണമുള്ള പൂക്കളിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ലീഫുകൾക്കൊരു ഗാർലിക്കിൻ്റെ സ്മെല്ലാണ്. പക്ഷേ ഈ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പാമ്പുകളുടെയും ഇഴജന്തുക്കളുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ചെടിയുടെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് അറിയാം. ഈ ഒരു ക്രീപ്പർ പ്ലാന്റിൻ്റെ പേര് ഗാർലിക് വൈൻ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സർപ്പഗന്ധി എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. പാമ്പ് വരാതിരിക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ടും ഈ ഒരു ചെടി അധികം ആളുകളും വീടുകളിൽ വെച്ച് വളർത്തുന്നത്. പക്ഷേ അത് കാണാനും കൂടി നല്ല ഭംഗിയായതുകൊണ്ട് ഇപ്പോൾ കുറേ കൂടി നഴ്സറികളിലൊക്കെ അത് വിൽപ്പനയ്ക്കും ഉണ്ട്. അതുപോലെ അധികം റേറ്റൊന്നും ഇതിൻ്റെ തൈകൾക്ക്. അപ്പോൾ നല്ലൊരു ചെടിയാണ് കേട്ടോ. ഈ ഒരു ചെടി മൊട്ടായിട്ട് വിരിഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു വയലറ്റ് കളറായിരിക്കും. പിന്നീട് ഇതിൻ്റെ കളറ് പതിയെ പതിയെ കുറഞ്ഞ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലേക്ക് മാറും. പിന്നീട് നന്നായിട്ട് വിരിഞ്ഞ് കുറച്ചൊരു ദിവസം നിന്ന് പൂക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ലൈറ്റ് വൈറ്റ് ഷെയ്ഡിലേക്ക് മാറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്ലാന്റ് ഞാനിവിടെ നട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷേ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൂവിട്ടു. നമുക്കിതിൽ മെയിനായിട്ടും വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൺലൈറ്റാണ്. പതിവായിട്ട് അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാറില്ല. കമ്പ് നട്ട് പിന്നെ ഇടയ്ക്ക് ആ ഒരു സമയത്ത് ഒരാഴ്ചയ്ക്കൊക്കെ മാത്രമേ ഞാൻ വെള്ളം കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നീട് ഇത് നന്നായിട്ട് തന്നെ പിടിച്ച് വരും. അതുപോലെ സൺലൈറ്റ് ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ പൂവിടുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഒരുപാട് കെയറൊന്നും നമുക്ക് എനിക്ക് ആവശ്യമില്ല. പിന്നെ വളമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറേ കൂടി നല്ല രീതിയിൽ ഇത് ഭംഗിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഏതൊരു സീസണിലും പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു തവണ നമ്മളിത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക. അപ്പോൾ പിന്നീട് പുതിയ കമ്പുകൾ വരും. അതിന് ശേഷം ആ ഒരു കമ്പുകളിൽ നിറയെ പൂവിടും. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലവറിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്ലാന്റിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് വേണമെങ്കിൽ കയർ യൂസ് ചെയ്യാം. കയർ ചട്ടിയിൽ ഈ പ്ലാന്റ് വളർന്നു വരുന്ന സമയത്ത് ഒരു കമ്പ് കുത്തി കൊടുത്ത് നമ്മൾ പയറൊക്കെ പടർത്തിയെടുക്കുന്ന പോലെ തന്നെ ആ കമ്പിലേക്ക് ചുറ്റിയെടുത്തിട്ട് പിന്നെ ഒരു കയർ കെട്ടി അങ്ങനെ മേലോട്ട് ടെറസിൻ്റെ മീതെയൊക്കെ നമുക്ക് പടർത്തിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ മതിലിലൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഗേറ്റിൽ പിന്നെ ഒരു ഹാങ്ങിങ് കർട്ടൻ പോലെയുള്ള രീതിയിൽ അങ്ങനത്തെ പ്ലാന്റ്സ് ചെയ്യുന്നില്ല നമ്മൾ. അതുപോലെയൊക്കെ വേണമെങ്കിലും നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയും കൂടിയാണ്. കളറാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ. ഈ ഒരു ചെടിയിൽ ഓരോ തണ്ടിലും നിറയെ മുട്ടുകളുണ്ടാവും. ആ മുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മളത് വളരെ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ മാത്രമേ അതിങ്ങനെ കൊലകൊലയായിട്ട് ഉണ്ടായി നിൽക്കാൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബഞ്ചുകളായിട്ട് ഉണ്ടാകുന്ന മുട്ടുകളായതുകൊണ്ട് തന്നെ എല്ലാത്തിനും ആ ലീഫിൻ്റെ സെയിം കളറായിരിക്കും. നല്ലൊരു ഗ്രീനിഷ് കളറായിരിക്കും അതിൻ്റെ മുട്ടുകൾക്കൊക്കെ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അത് അതിൻ്റെ വരാനിരിക്കുന്ന പൂക്കുലകളാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഗ്രീൻ കളറിൽ വളർന്ന് വന്നിട്ട് പിന്നീട് അതിൻ്റെ ആ ഒരു സമയം കുറച്ചുകൂടി അത് ഇങ്ങോട്ട് വളർന്ന് വന്ന് ആ ഒരു മെച്ചൂർഡാവുന്ന സമയത്താണ് അതിൻ്റെ കളറൊന്ന് മാറി ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് പുറത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ് ശരിക്കും ഇത് ഫ്ലവർ ചെയ്യുന്ന ഒരു സമയമായി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ നിറയെ മുട്ടുകൾ വിരിഞ്ഞ പോലെ നമുക്ക് തോന്നും. എനിക്ക് പലതവണയും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിടരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് പൂക്കൾ ആദ്യം തന്നെ വിടർന്ന് വരും. പിന്നീട് ഇതുപോലെ ബാക്കിയുള്ള മുട്ടുകളൊക്കെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സമയത്തിനനുസരിച്ച് വിരിഞ്ഞ് അങ്ങനെ കംപ്ലീറ്റ് പൂത്തുളഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ കാണാൻ സാധിക്കുക. പിന്നെ ഇതിൻ്റെ തൈകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പുകൾ നട്ടിട്ട് തന്നെയാണ് തൈ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുക കേട്ടോ. ഞാനൊരു കമ്പ് നട്ടിട്ട് തന്നെയാണ് ഈ ഒരു ചെടി വളർത്തിയെടുത്തത്. പിന്നെ ഇതിനെ വേരിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ചെറിയ ഇതിൻ്റെ തൈക്കളായിട്ട് മുളച്ച് വരുന്നത് കാണാം ചില സമയങ്ങളിൽ. അപ്പോൾ അത് നട്ടാലും മതി. പക്ഷേ നമ്മൾ കമ്പ് നടുമ്പോൾ അത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. വേരിയിൽ നിന്ന് ഞാൻ എടുത്തത് വരെ നട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ചെടിയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇനി ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് പുതിയ ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഹാംസ്റ്റേഴ്സാണ്. ഇത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ നല്ല ക്യൂട്ടായിട്ടുള്ളത് ഒരു തരം പെറ്റ് ആനിമലാണിത്. അപ്പോൾ എൻ്റെ ബ്രദറാണ് കേട്ടോ ഇതിനൊക്കെ നോക്കുന്നത്. അവനിത് ഭയങ്കര ഇഷ്ടമാണ് ഈ പെറ്റ്സിനെയൊക്കെ നോക്കി വളർത്തുന്നത്. അപ്പം 2 കുട്ടികളെ വാങ്ങിച്ചിരുന്നു. ഒരു ലോക്ക്ഡൗൺ സമയത്ത് ജൂൺ സമയത്താണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പം അത് ബ്രീഡ് ചെയ്തിട്ട് അങ്ങനെ 7 കുട്ടികളുണ്ടായി. പിന്നെ ആ കുഞ്ഞുങ്ങളൊക്കെ കംപ്ലീറ്റ് നോക്കിയത് അവൻ തന്നെയാണ്. അപ്പോൾ ഇതിനെ കുറച്ച് ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തും അതിന് വേണ്ട ഫുഡും എല്ലാ കാര്യങ്ങളും ഫീഡിങ്ങും ഒക്കെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ നോക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത് നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുമ്പാട്ടോ ഇവർക്ക്. ചില സമയത്ത് ഇവർ നമ്മളെ പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ കുഴപ്പമുള്ളതൊന്നുമല്ല. പക്ഷെ നല്ല ക്യൂട്ടാണ്, നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ ഇവർ ഇതിൻ്റെ മീതൊക്കെ കയറി കളിക്കുന്ന കണ്ടില്ലേ. ഇവരെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ ടെൻഷൻസ് മാറുന്ന പോലെ തോന്നും കേട്ടോ. കാരണം വളരെ ക്യൂട്ടാണ്. അതുപോലെ തന്നെ നല്ല രസമാണ് ഇവരെ. ശരിക്കും നമ്മളെപ്പോലെ തന്നെ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയും രസമാണ്.
അപ്പം ഇവർക്ക് ഇതുപോലെ ഒരു ബെഡ് സെറ്റ് ചെയ്യണം. അതിനാണ് ഈ ന്യൂസ് പേപ്പറും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരം കടലാസുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിന് പിന്നെ നമ്മൾ മുയലിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ക്യാരറ്റ്, അതുപോലെ ക്യാബേജ്, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, പിന്നെ ഇതിന് തന്നെ ഉള്ള തീറ്റ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്. പിന്നെ ഇവർ പെട്ടെന്ന് വലുതാവും. ഒരു 2-3 വർഷമൊക്കെ തന്നെ ലൈഫ് സ്പാൻ ഉണ്ടാവുള്ളൂ എന്ന് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നമുക്കൊക്കെ 2 കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവരെ അമ്മേനെയും അച്ഛനെയും സെപ്പറേറ്റ് ആക്കും, കുട്ടികളെ വേറെ തന്നെ ഇട്ടിരുന്നത്. പിന്നെ ഇവർക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് അമ്മേനെയും കുഞ്ഞിനെയും മാത്രം അടുത്തിരുത്തിയിട്ട് ആ രീതിയിലൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഇവർ തമ്മിൽ അടി കൂടുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ നല്ലോണം കെയർ ചെയ്യണം ഇവരെ. ഈ ഹാംസ്റ്റേഴ്സിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് കേട്ടോ. അതിൽ സിറിയൻ ഹാംസ്റ്റേഴ്സാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 1200 രൂപയായിരുന്നു. പിന്നെ ഇതിൽ റെഡ് ഐയും ബ്ലാക്ക് ഐയും അങ്ങനെ 2 തരമുണ്ട്. അതിൽ റെഡ് ഐക്ക് വില കൂടുതലാണ്, നല്ല റേറ്റുള്ള ഒരു പെറ്റാണത്. അപ്പോൾ നമ്മൾ പെറ്റ്സിൻ്റെ ഷോപ്പിലൊക്കെ പോയി അന്വേഷിച്ചാൽ തന്നെ അറിയാം ഈ ഒരു റെഡ് ഐക്കുള്ള ഒരു റേറ്റിൻ്റെ വ്യത്യാസം. പിന്നെ ഇവരെ നന്നായിട്ട് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇതൊരു മറ്റുള്ള ഈ ലവ് ബേർഡ്സിനെയൊക്കെ വളർത്തുന്ന രീതിയിൽ തന്നെ നമുക്കൊരു ഇൻകം സോഴ്സായിട്ട് വേണമെങ്കിലും വളർത്താവുന്ന ഒരു പെറ്റാണ് കേട്ടോ ഇത്. ഇനി എൻ്റെ കുറച്ച് ആർട്ട് വർക്ക്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു ഈജിപ്ഷ്യൻ പെയിൻറ്റിംഗ് ആണ്. ഒരു 4-5 ദിവസം ടൈം എടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇത് ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം അടുത്തടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ക്ലേ വെച്ചിട്ടാണ്. ശരിക്കും ഈ ഒരു ചിത്രം നമ്മൾ വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മീതെ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് പിന്നീട് ഔട്ട്ലൈനൊക്കെ കൊടുത്ത് ക്ലേ വെച്ച് ഒട്ടിച്ച് ആ ക്ലേ ഉണക്കിയെടുത്ത് പിന്നെ അതിൽ നമ്മൾ വീണ്ടും നമ്മുടെ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് നല്ലൊരു ആ ഒരു സിൽവറി ഷെയ്ഡും ഒക്കെ വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ടൊക്കെയാണ് ഈ രീതിയിലാക്കി ആക്കിയെടുക്കുന്നത്. ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ കാണാനായിട്ട്. നേരിട്ട് കാണുമ്പോഴാണ് കൂടുതൽ രസം. ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല കേട്ടോ. ശരിക്കും ഈ ഒരു വർക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരാൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഭംഗി തന്നെയാണ്. അപ്പം ഇതിനെ ഈ ഒരു പെയിൻറ്റിങ്ങിന് ഇതുവരെ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അങ്ങനെ പൊട്ടിപ്പോവോ അല്ലെങ്കിൽ കുറച്ച് കാലപ്പഴക്കം വരുമ്പോൾ അതിനെന്തെങ്കിലും കേട് സംഭവിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ആർട്ട് വർക്ക്. ഇതൊരു ഹിന്ദു തീമിൽ ചെയ്തിട്ടുള്ള മെറ്റൽ എംബോസിങ് വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു ഓം കൊടുത്തിട്ട് അതിനകത്തൊരു ഗണപതിനെയാണ് വരച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഈ പിക്ചർ ഒരു അലുമിനിയം ഷീറ്റിൻ്റെ മീതേക്ക് വരച്ച് അതിനെ നന്നായിട്ട് പെയിൻ്റൊക്കെ ചെയ്തിട്ട് എടുക്കും. അതിനുശേഷം ഇതിൻ്റെ ഒരു ചുറ്റുമുള്ള ഭാഗത്ത് കംപ്ലീറ്റ് നിങ്ങൾക്കൊരു കുത്തു പോലെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ക്യാമറ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കാണുന്നുണ്ടാകും. ഇതെല്ലാം നമ്മൾ ആണി വെച്ച് അടിച്ച് ഇതുപോലെ ഈ കുത്തു പോലെ ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ നടുവിൽ വരുന്ന ആ ഒരു പിക്ചർ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് പുറകിൽ നിന്ന് നല്ല പോലെ അതിനെ ഉയർത്തിയെടുക്കും ഒരു ടൂൾ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു താമര ഇതൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഗണപതി താമരയുടെ മീതിരിക്കുന്ന ഒരു പിക്കാണിത്. അപ്പോൾ അതുപോലെ ഓരോ ഇതളുകളും നന്നായിട്ട് അങ്ങനെ നമ്മൾ പൊക്കിയെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന ഒരു വർക്കാണിത്, പക്ഷേ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന കളർ കോമ്പിനേഷൻസൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഗണപതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തീമായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ ചെയ്തു വന്നപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ വർക്ക്സ് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയണേ കമൻറ്റ് ബോക്സിൽ. കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ വർക്ക് തീർന്നതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഉണക്കിയെടുത്ത് അതിന് ശേഷം നമുക്കത് ഫ്രെയിം ചെയ്ത് അങ്ങനെ സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിലും ഇത് ഒരു കേടുപാടും ഇല്ലാതിരിക്കും കേട്ടോ. അതാണ് ഈ ഒരു ആർട്ട് ഫോമിൻ്റെ പ്രത്യേകത. ഇതും എൻ്റെ ഒരു മെറ്റൽ എംബോസിങ് വർക്ക് തന്നെയാണ്. ശരിക്കും നമ്മളെ ഗീതയിലൊക്കെ വരുന്ന ഒരു ഭാഗം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിലും ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള വേറൊരു വർക്കാണ് കേട്ടോ. ഇതിൽ നമ്മൾ അക്വേറിയത്തിലൊക്കെ യൂസ് ചെയ്യുന്ന കല്ലുകളൊക്കെ വെച്ചിട്ട് പതിപ്പിച്ചിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ ഇതിനകത്ത് ക്ലേ ആണ് അധികം യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യാൻ. നല്ലൊരു സീനറി തീമായിട്ട് എടുത്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആർട്ട് വർക്ക്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിനകത്ത് ഓൾ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെയിലി ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ തന്നെ എല്ലാ വീഡിയോസും കാണാനും പറ്റും. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.